Dear students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റഡാർ മോഡുലേറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ റഡാർ മോഡുലേറ്റേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബേസിക് എലമെന്റ്സ് ഓഫ് ഒരു വൺ ടൈപ്പ് ഓഫ് റഡാർ പൾസ് മോഡുലേറ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു പൾസ് റഡാർ മോഡുലേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടേൺ ഓൺ ദ ട്രാൻസ്മിറ്റിംഗ് ട്യൂബ് ആൻഡ് ഓഫ് ടു ജനറേറ്റ് ദ ഡിസൈർഡ് വേവ് ഫോം. നമുക്കൊരു പെർട്ടിക്കുലർ വേവ് ഫോം വേണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു പൾസ് വേണം. പൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ രീതിയിലാണ് നമുക്ക് പൾസ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരു ഓൺ ടൈമും ഉണ്ടാവും, ഒരു ഓഫ് ടൈമും ഉണ്ടാവും. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന ട്രാൻസ്മിറ്റർ ട്യൂബിനെ ഓണും ഓഫും ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റഡാർ മോഡുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പൾസ് മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. So energy from an external source is accumulated in the energy storage element at a slow rate during interpulse period. എന്താണ് interpulse period? Interpulse period എന്ന് പറയുന്നത് രണ്ട് പൾസിന് അക്രോസ് ആയിട്ടുള്ള ടൈം ആണ്. സോ ഇങ്ങനെ ഒരു വേവ് ഫോം നമുക്ക് ജനറേറ്റ് ചെയ്യണം എന്ന് വെച്ചോ. ഒരു സെക്കൻഡ്, നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്യാം. സ്ട്രെയിറ്റ് ആണ് ഇതെല്ലാം. ഇതാണ് പൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചോ. ഇങ്ങനെ ഒരു പൾസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൾസിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന പൾസ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ പൾസ് ആണ്. അതൊരു പെർട്ടിക്കുലർ ടൈമിലേക്ക് ഓൺ ആവും, ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് ഓഫ് ആവും. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും, ട്രാൻസ്മിറ്റർ ട്യൂബിനെ നമുക്ക് ഓണും ആക്കണം ഓഫും ആക്കണം. ഇതാണ് ശരിക്കും മോഡുലേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഓൺ ഓഫിന്റെ അല്ലെങ്കിൽ രണ്ട് ഓൺ പൾസിന്റെ ഇടയിലുള്ള ടൈമിനെയാണ് നമ്മൾ ഇന്റർ പൾസ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്റർ പൾസ് പീരീഡിലാണ് ശരിക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇത് ഓണാക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി വേണമല്ലോ, പൾസ് ഓണാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് നമുക്ക് എവിടുന്ന് കിട്ടും? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ എക്സ്റ്റേണൽ സോഴ്സ് ആൻഡ് ഈസ് അക്യുമുലേറ്റഡ് ഇൻ ദ എനർജി സ്റ്റോറേജ് എലമെന്റ്. ഈ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ഇവിടെ നിന്നും എനർജി എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ എനർജി സ്റ്റോറേജ് എലമെന്റിൽ അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അറ്റ് എ സ്ലോ റേറ്റ് ഡ്യൂറിങ് ഇന്റർപൾസ് പീരിയഡ്. The charging impedance limits the rate at which energy is delivered to the storage element. അപ്പൊ ഈ ചാർജിങ് ഇംപിഡൻസ് ആണ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റെസിസ്റ്റൻസ് ഓഫ് ഒപ്പോസിങ്. സോ ഇതാണ് ഇതിനകത്തേക്ക് കൊടുക്കുന്ന ചാർജിനെ ലിമിറ്റ് ചെയ്യുന്നത്. ഇനി at the proper time the switch is closed and the stored energy is quickly discharged through the load. ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആ ചാർജ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സ്വിച്ച് അങ്ങ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആവില്ലേ? ഈ എനർജി ഇവിടെ കയറി വരികയും ചെയ്തു, സ്വിച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്ത് ഫോം ചെയ്യും. ഈ വരുന്ന ചാർജ് എങ്ങോട്ടേക്ക് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? അത് ഈ ലോഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ത്രൂ ദ ലോഡ് അല്ലെങ്കിൽ RF ട്യൂബ്. ഓക്കെ, in order to form a pulse. ഇവിടുന്നാണ് ശരിക്കും നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഈ പൾസ് ഫോം ചെയ്യുന്നത്. ഇനി അപ്പൊ നമുക്ക് ഈ ചാർജ് ഇങ്ങോട്ട് ലോഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഹൈ വാല്യൂ കയറി വന്നു ലോഡിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഡിസ്ചാർജ് ചെയ്യണമല്ലോ. അപ്പൊ ഇത് ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. ആ വരുന്ന എനർജി സ്റ്റോറേജ് എലമെന്റ്സ് ഇങ്ങോട്ട് ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എനർജി സോഴ്സിൽ നിന്ന് എനർജി ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഡ് വഴി എന്ത് ചെയ്യും? അത് ചാർജിങ് പാത്ത് വരും. അപ്പൊ ചാർജിങ് പാത്ത് എവിടുന്നാണ് നടക്കുന്നത്? ഈ സ്റ്റോറേജ് എലമെന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന് ഇത് വൺസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്തു പോവും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ലോഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. എന്നിട്ട് അതൊരു പൾസ് ജനറേറ്റ് ചെയ്യും. ഇനി ഡ്യൂറിങ് ദ ഡിസ്ചാർജ് പാത്ത് the charging impedance prevent energy from the storage element being dissipated into the source. ഡിസ്ചാർജ് പാത്തിൽ എന്ത് സംഭവിക്കും? ഈ ചാർജ്, അതായത് പൾസ് ഫോം ചെയ്ത് ഈ ചാർജ് എങ്ങോട്ടേക്ക് പോകാൻ പാടില്ല? ഈ പറയുന്ന സോഴ്സിലേക്ക്, തിരിച്ച് ഈ സോഴ്സിലേക്ക് പോകാൻ പാടില്ല. സോ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും ഈ ചാർജിങ് ഇംപിഡൻസ് ആണ്. ഇറ്റ് പ്രിവെന്റ്സ് എനർജി ഫ്രം ഡിസിപ്പേറ്റിംഗ് ഇൻ ടു ദിസ് പാത്ത്. അപ്പൊ എങ്ങോട്ട് സൈക്കിൾ ഫോം ചെയ്യും? ഇങ്ങോട്ടൊരു ക്ലോസ്ഡ് പാത്ത് ഫോം ചെയ്യും. അത് പിന്നെയും ആ ഡിസ്ചാർജിങ് പാത്തിൽ ഏത് ചാർജ് സ്റ്റോർ ചെയ്യും? ഈ ഡിസ്ചാർജിങ് പാത്ത് വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങോട്ട് വിടാതെ ഈ എനർജി സ്റ്റോറേജ് എലമെന്റ് തന്നെ അഗെയിൻ എന്ത് ചെയ്യും? അത് ചാർജ് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന പൾസ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്.
നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൾസ് മോഡുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് നമുക്ക് ഈ ലൈൻ ടൈപ്പ് മോഡുലേറ്റർ. എന്താണ് ലൈൻ ടൈപ്പ് മോഡുലേറ്റർ എന്നുള്ളത് നോക്കാം. സോ ലൈൻ ടൈപ്പ് മോഡുലേറ്റർ, the combination of delay line storage element and the gas tube switch is called a line type modulator. എന്താണ് ലൈൻ ടൈപ്പ് മോഡുലേറ്റർ എന്ന് പറയുന്നത്? ഇത് ഏതിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിലേ ലൈൻ സ്റ്റോറേജ് എലമെന്റ് ആൻഡ് ഗ്യാസ് ട്യൂബ് സ്വിച്ച്. ഡിലേ ലൈൻ സ്റ്റോറേജ് എലമെന്റും അതേപോലെ ഗ്യാസ് ട്യൂബ് സ്വിച്ചിന്റെയും കോമ്പിനേഷൻ ആണ് എന്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മോഡുലേറ്ററിനെയാണ് നമ്മൾ ലൈൻ ടൈപ്പ് മോഡുലേറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഏതാണ് ഡിലേ ലൈൻ സ്റ്റോറേജ് എലമെന്റ്? ഈ പൾസ് ഫോമിംഗ് നെറ്റ്വർക്ക് ആണ് ശരിക്കും ഇതാണ് എന്ത്, നമ്മുടെ ഡിലേ ലൈൻ സ്റ്റോറേജ് എലമെന്റ്. ഓക്കെ, എന്താണ്? ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ്, ഇത് പൾസ് ഫോമിംഗ് നെറ്റ്വർക്ക് ആണ്. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ സിമിലർ റെക്ടാങ്കുലർ പൾസ് ആൻഡ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ബൈ ഗ്യാസ് ട്യൂബ് സ്വിച്ച്. ഈ ഒരു റെക്ടാങ്കുലർ പൾസ് ഏതിനെ ഫോം ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഡിലേ ലൈൻ സ്റ്റോറേജ് എലമെന്റ് അല്ലെങ്കിൽ പൾസ് ഫോമിംഗ് നെറ്റ്വർക്കിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതൊരു പൾസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് കൺട്രോൾഡ് യൂസിങ്, എന്താണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഗ്യാസ് ട്യൂബ് സ്വിച്ച്. ഇതാണ് ഒരു ഗ്യാസ് ട്യൂബ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, a transformer is used to match the impedance of the delay line to that of the load. So ഇതിന്റെ ഇംപിഡൻസ് ലോഡുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മളൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് ഇതിന്റെ ഇംപിഡൻസ് ലോഡുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഗ്യാസ് ട്യൂബ് സ്വിച്ച് എന്ന് പറയുന്നത് ഹൈഡ്രജൻ തൈറാട്രോൺ ആണ്. അല്ലെങ്കിൽ the switch is a hydrogen thyratron switch which initiates the start of the modulating pulse by discharging the pulse forming network, and the shape and duration of the pulse are determined by the passive circuit elements of the pulse forming network. And the charging inductance LCH and the capacitance of the pulse forming network form a resonance circuit having the frequency of oscillation which is approximately equal to F naught equal to 1 divided by 2 pi in root of LCH into C. Okay, where LCH എന്ന് പറയുന്ന അതിന്റെ corresponding charging impedance ഉം C എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ corresponding capacitance ഉം. Okay, when the power supply is switched on, the current flows through the charging coil so that the energy is stored in the PFN. What is PFN? It is nothing but pulse forming network. And the trigger pulse initiates the ionization of the thyratron, which initiates the start of the modulating pulse by discharging the power forming network. And the high voltage pulse for the transmitter tube can be taken on the secondary of the pulse transformer and is given to this magnetron. അപ്പോൾ ഈ മാഗ്നട്രോൺ എന്ത് ചെയ്യും? അതൊരു ഹൈ ഫ്രീക്വൻസി പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറസ്പോണ്ടിങ് ഹൈ ഫ്രീക്വൻസി പൾസിന്റെ വേവ് ഫോം എടുക്കുവാണെങ്കിൽ ഇതാണ് ആ ഹൈ ഫ്രീക്വൻസി പൾസിന്റെ വേവ് ഫോം എന്ന് പറയുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷനിൽ മാത്രം അത് പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഇസ് ഒരു നമ്മുടെ ഈ പൾസ് പോലെ തന്നെ കുറച്ച് ഡ്യൂറേഷനിൽ അത് ഓൺ ചെയ്യും, ഓൺ ആയിരിക്കും, പിന്നെന്താണ്? ഓഫ് ആണ്. ഇത് ഓഫ് ആണ്, എഗെയിൻ ഇത് കുറച്ച് ഡ്യൂറേഷൻ ഓൺ ആണ്, പിന്നെ ഓഫ് ആണ്. സോ ഹെൻസ് ഇതെന്ത് ചെയ്യും? ഈ പറയുന്ന ഗ്യാസ് ട്യൂബ് സ്വിച്ച് അല്ലെങ്കിൽ ഹൈഡ്രജൻ തൈറാട്രോൺ സ്വിച്ച് ട്രിഗർ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഡയോഡ് ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. സോ അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് മോഡുലേറ്റർ ആണ് ഹാർട്ട് ട്യൂബ് മോഡുലേറ്റർ എന്ന് പറയുന്നത്. It is also called as active switch modulator. So ഇതാണ് ഒരു ഹാർട്ട് ട്യൂബ് മോഡുലേറ്ററിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. The heart tube modulator is a high power video pulse amplifier ആണ്. Okay, heart tube modulator എന്ന് പറയുന്നത് എന്താണ്? It is a high power video pulse amplifier which derives its name from the fact that switching is accomplished with heart vacuum tubes rather than gas tubes.
നമ്മൾ നേരത്തെ പഠിച്ച ലൈൻ ടൈപ്പ് മോഡുലേറ്ററിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ശരിക്കും ആ ട്രിഗറിങ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വിച്ചിങ് നമ്മൾ നടന്നിരുന്നത് യൂസിങ് എ ഗ്യാസ് ട്യൂബ് സ്വിച്ച് ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്? ഇറ്റ് ഈസ് ഡൺ യൂസിങ് ഹാർഡ് വാക്യൂം ട്യൂബ്സ് വെച്ചിട്ടാണ് ശരിക്കും ഇവിടെ സ്വിച്ചിങ് നടക്കുന്നത്. സോ അത് കാരണമാണ് നമ്മൾ ഇതിനെ എന്ത് പറയണത്? ഹാർഡ് ട്യൂബ് മോഡുലേറ്റർ എന്ന് പറയാനുള്ള റീസൺ. അതുകൊണ്ട് തന്നെ നമ്മുടെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് the major difference between a hard tube modulator and a line type modulator is that switching device in the hard tube modulator controls both the beginning and the end of the pulse. Okay, എന്തൊക്കെ കൺട്രോൾ ചെയ്യും? ഇത് ബിഗിനിങ് ഓഫ് ദ പൾസും കൺട്രോൾ ചെയ്യും, അതേപോലെ എൻഡ് ഓഫ് ദ പൾസും കൺട്രോൾ ചെയ്യും. പക്ഷേ ഈ ലൈൻ ടൈപ്പിനകത്ത് സ്വിച്ചിങ് കൺട്രോൾസ് ഓൺലി ദ ബിഗിനിങ് ഓഫ് ദ പൾസ്. ഇതൊക്കെയാണ് അതിന്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി the energy storage element എന്ന് പറയുന്നത് ഈ കേസിൽ the energy storage element is a capacitor, and to prevent drop in the pulse shape due to the exponential nature of capacitor discharge, only a small fraction of the stored energy is extracted for the pulse delivered to the tube. മറ്റേതിനകത്ത് entire portion നമ്മൾ അതിനകത്ത് കൊടുക്കുമായിരുന്നു. The circuit consists of a transistor switch to which a capacitor, a diode and a magnetotube is connected. When the transistor is off, the capacitor charges through the diode, where when the triggering pulse is not applied, capacitor charges. When the triggering pulse is applied to the base of transistor, the transistor turns on and the capacitor gets discharged through the transistor and the magnetron, and hence this discharge of the capacitor through the magnetron produces a sharp high power pulse at microwave frequencies. One of the major disadvantage or the major feature of this hard tube modulator is that it is generally of greater complexity and weight than a line type modulator. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം ഈ ഒരു ഫിഗറിനകത്ത് പവർ സപ്ലൈ ഉണ്ടാവും. ഇനി എന്തുണ്ടാവും? ഇതിനകത്ത് ഇതുവഴി നമ്മൾ ഈ ഹൈ ഔട്ട്പുട്ട് പൾസ് ആംപ്ലിഫയർ ഉണ്ടാവും. സോ ഈ ഒരു പവർ സപ്ലൈ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ പൾസ് ആംപ്ലിഫയറിനെ ഓൺ ആക്കും. ഓക്കെ, ഇനി ശരിക്കും നമുക്ക് ഒരു പൾസ് വിഡ്ത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട് ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും. ഓൺ ടൈമോ ഓഫ് ടൈമോ ഫിക്സ്ഡ് ആയിരിക്കും. അതിനെ ട്രിഗർ ചെയ്യുന്നതിനനുസരിച്ച് ആ പൾസ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ആ പൾസിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് പോവും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് നമ്മളൊരു നമ്മുടെ മാഗ്നട്രോൺ ട്യൂബിലേക്ക്, കാത്തോഡ് ഓഫ് ട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് മൈക്രോവേവ് സിഗ്നൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? മാഗ്നട്രോൺ ട്യൂബ്സ് ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിലേക്ക് നമ്മൾ ഈ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഡിഫറെന്റ് റഡാർ മോഡുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ റഡാർ മോഡുലേറ്റേഴ്സ് സാധാരണ എവിടെയാണ് വരുന്നത്? റഡാർ ട്രാൻസ്മിറ്റേഴ്സിനകത്താണ് വരുന്നത്. സോ റഡാർ ട്രാൻസ്മിറ്റേഴ്സിനകത്ത് വരുന്നതാണ് റഡാർ മോഡുലേറ്റേഴ്സ്. സോ ഈ റഡാർ മോഡുലേറ്റേഴ്സ് തന്നെ ഇപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ലൈൻ ടൈപ്പ് മോഡുലേറ്ററും പിന്നെ എന്തായിരുന്നു? ഹാർഡ് ട്യൂബ് മോഡുലേറ്ററും. ഓക്കെ.